നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. പുനലൂർ പാസഞ്ചറിലെ യാത്രക്കാരിയായ യുവതിക്ക് നേരെ മുളന്തുരുത്തിയിൽ വെച്ച് ആക്രമിച്ച പ്രതിയെ തിരിച്ചറിഞ്ഞു. കൊല്ലം നൂറിനാട് സ്വദേശി ബാബുവാണ് ആക്രമണത്തിന് പിന്നിൽ. കുത്തിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അക്രമി യുവതിയുടെ മാലയും വളയും കവർന്നിരുന്നു. സിജോ വി ജോൺ ചേരുന്നു. സിജോ, ആക്രമിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആരാണ് ഈ ആക്രമണം നടത്തിയത്? അതുപോലെ ആ സ്ത്രീ ട്രെയിനിൽ നിന്ന് ചാടിയതിനു ശേഷം അവർ ചികിത്സയിലായിരുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? നൂറനാട് സ്വദേശി ബാബുവാണ് യുവതിയെ ആക്രമിച്ചതെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇയാളെ തിരിച്ചറിയാൻ രീതിയിലേക്ക് എത്തിയത് ഈ റെയിൽവേ അല്ലെങ്കിൽ ഈ ട്രെയിൻ കേന്ദ്രീകരിച്ച് പിടിച്ചുപറിയൊക്കെ നടത്തുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് തന്നെ റെയിൽവേ പോലീസിന്റെ കയ്യിലുണ്ടായിരുന്നു. ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നേരത്തെ നടത്തിയ ഇത്തരത്തിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളുടെ ഫോട്ടോ ഇവർ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഈ ഫോട്ടോ യുവതിയെ കാണിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അയാളാണ് എന്ന് പോലീസിന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇയാളെ പിടികൂടുന്നതിനുള്ള നടപടികൾ. ഇയാൾ സ്ഥിരമായി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളാണോ? നേരത്തെ പോലീസ് കേസുണ്ടോ? ഇയാൾ സ്ഥിരമായി ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആണ് എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇയാളുടെ ഫോട്ടോ റെയിൽവേ പോലീസിന്റെ കയ്യിൽ വരുന്നത്. സമാനമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ആളുകളുടെ ഒരു പട്ടിക തന്നെ അല്ലെങ്കിൽ ചിത്രം തന്നെ പോലീസിന്റെ കൈവശമുണ്ട്. ആ മേഖലയിൽ ഇത്തരത്തിൽ ക്രിമിനൽ കേസുകൾ നടത്തുന്ന ആളുകളുടെ പട്ടികയാണിത്. അതിൽ നിന്നാണ് ഇയാളെ ഫോട്ടോ ഈ യുവതിയെ കാണിച്ചത്. നേരത്തെ തന്നെ യുവതിയുടെ ഭർത്താവ് ന്യൂസ് 18 പറഞ്ഞിരുന്നു ഈ യുവതി ഇയാളെ കണ്ടാൽ തിരിച്ചറിയുമെന്നുള്ള കാര്യവും പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് വേഗത്തിൽ ഇയാളെ മനസ്സിലാക്കി എടുത്തിരിക്കുന്നത്. എന്തായാലും ഇയാളെ ഉടൻ തന്നെ പിടികൂടുമെന്ന് തന്നെയാണ് റെയിൽവേ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഇയാൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അതോടൊപ്പം തന്നെ എല്ലാ സ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയാണ്. യുവതിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. ഇവരെ നിരീക്ഷണത്തിനായി ICUയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്പൈനൽ ചെറിയ ഒരു പ്രശ്നമുണ്ട്. അത് ഒഴികെ മറ്റു പ്രശ്നങ്ങളില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി, നന്ദി സിജോ. ഒരു കോടി ഡോസ് വാക്സിൻ കമ്പനികളിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ സംസ്ഥാനം. 70 ലക്ഷം ഡോസ് കോവിഷീൽഡ്, 30 ലക്ഷം ഡോസ് കോവാക്സിൻ എന്നിവ വാങ്ങുന്നതിന് മന്ത്രിസഭാ യോഗം അനുമതി നൽകി. അടുത്ത മാസം മുതൽ വാക്സിൻ ലഭിച്ചു തുടങ്ങും. ജൂലൈയോടെ മുഴുവൻ ഡോസും ലഭിക്കുമെന്നും പ്രതീക്ഷ. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ 10 ലക്ഷം വീതം ഡോസ് കോവാക്സിൻ നൽകാമെന്ന് സർക്കാരിന് ഭാരത് ബയോടെക്കിന്റെ ഉറപ്പ്. 70 ലക്ഷം ഡോസ് കോവിഷീൽഡ് 3 മാസത്തിനുള്ളിൽ ലഭിക്കുന്ന കാര്യത്തിൽ ഉറപ്പില്ല. മരുന്ന് കമ്പനിയുമായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചർച്ച തുടരും. വാക്സിൻ ചലഞ്ചിലൂടെ ലഭിക്കുന്ന തുകയ്ക്ക് പുറമെ ബജറ്റ് വിഹിതവും വാക്സിൻ വാങ്ങാൻ ഉപയോഗിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ ധാരണ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാ മന്ത്രിമാരും 1 ലക്ഷം രൂപ വീതം നൽകും. സംസ്ഥാനത്ത് ലോക്ഡൌൺ വേണ്ടെന്നും മന്ത്രിസഭാ യോഗം. ജനജീവിതം സ്തംഭിപ്പിച്ചുള്ള അടച്ചിടൽ അപ്രായോഗികമെന്ന് വിലയിരുത്തൽ. ഇപ്പോൾ ഉള്ളതുപോലെ പ്രാദേശികമായി കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി രോഗവ്യാപനം പിടിച്ചു നിർത്താനാകും. സംസ്ഥാനത്തെ തീവ്ര കോവിഡ് വ്യാപനം ഗുരുതരമായ അവസ്ഥയിലാണെന്നും മന്ത്രിസഭാ യോഗം. ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടുതലുള്ള മേഖലകളിൽ ലോക്ഡൌൺ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആലോചന. ടെസ്റ്റ് പോസിറ്റിവിറ്റി 15% മുകളിലുള്ള 150-ലധികം ജില്ലകളുടെ പട്ടിക കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തയ്യാറാക്കി. ഈ ജില്ലകളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തണമെന്ന് ആരോഗ്യ മന്ത്രാലയം. അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാരുകളുമായി കൂടിയാലോചിച്ച ശേഷം. കേന്ദ്ര സർക്കാർ പട്ടികയിൽ കേരളത്തിലെ 12 ജില്ലകളുണ്ട്. പത്തനംതിട്ടയും കൊല്ലവും ഒഴികെയുള്ള ജില്ലകളിൽ 15% മുകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോട്ടയത്ത് 30%-ലധികം, കാസർഗോഡ്, പാലക്കാട്, കോഴിക്കോട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 25% മുകളിലുമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോവിഡ് വാക്സിൻ ഉൽപാദന സാധ്യത തേടി കേരളം. ആലപ്പുഴയിലെ കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് വാക്സിൻ നിർമ്മിക്കാനായി കേരളം കേന്ദ്രവുമായി ചർച്ച നടത്തും. വിശദമായ പ്ലാൻ KSDP വ്യവസായ വകുപ്പിന് സമർപ്പിച്ചു. കൂടുതൽ കാര്യങ്ങൾ വിലയിരുത്താൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ K ഇളങ്കോവൻ 2 ദിവസത്തിനുള്ളിൽ KSDP സന്ദർശിക്കും. വാക്സിൻ ഉൽപാദനത്തിൽ കേന്ദ്രവുമായുള്ള ചർച്ച നിർണായകം. വാക്സിൻ നിർമ്മാണ പേറ്റന്റിൽ ഇളവുകൾ വരുത്താൻ ആവശ്യപ്പെടും. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് നൽകിയതുപോലെ നിർമ്മാണത്തിന് ധനസഹായവും തേടും. 400 കോടിയാണ് ആവശ്യം. പദ്ധതി നടപ്പായാൽ
ദക്ഷിണേന്ത്യയിൽ KSDPക്ക് വാക്സിൻ വിതരണം ചെയ്യാനാകും. സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും കോവിഡ് വാക്സിൻ ക്ഷാമം രൂക്ഷം. എറണാകുളത്ത് സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ വാക്സിൻ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് 20,000 ഡോസ് വാക്സിൻ എത്തിച്ച് വെള്ളിയാഴ്ച മുതൽ വിതരണം പുനരാരംഭിക്കാൻ തീരുമാനം. തിരുവനന്തപുരത്ത് ഇന്ന് പ്രവർത്തിക്കുന്നത് 29 വാക്സിൻ വിതരണ കേന്ദ്രങ്ങൾ മാത്രം. 25,000 ഡോസ് വാക്സിൻ എത്തിയതോടെ കൊല്ലത്ത് പ്രതിസന്ധി ഒഴിവായി. തൃശൂരിൽ 16 കേന്ദ്രങ്ങളിലും മലപ്പുറത്ത് 23 കേന്ദ്രങ്ങളിലുമാണ് പ്രവർത്തിക്കുന്നത്. 13,000 ഡോസ് വാക്സിൻ കൂടി മലപ്പുറത്തെത്തി. വാക്സിൻ ക്ഷാമം മൂലം കണ്ണൂർ ജില്ലയിലെ വാക്സിനേഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം നിലച്ചു. സർക്കാർ മേഖലയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇന്ന് വാക്സിനേഷൻ നടന്നില്ല. സ്വകാര്യ മേഖലയിൽ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വാക്സിനേഷൻ കേന്ദ്രം മാത്രം പ്രവർത്തിക്കുന്നു. ജില്ലയിലാകെയുള്ളത് 100-ലധികം കേന്ദ്രങ്ങൾ. വാക്സിൻ ക്ഷാമം പരിഹരിക്കാൻ ഇടപെടലുമായി കേന്ദ്രം 3 ദിവസത്തിനുള്ളിൽ 57 ലക്ഷം അധിക ഡോസ് കൂടി സംസ്ഥാനങ്ങൾക്ക് നൽകും. മഹാരാഷ്ട്ര, ബീഹാർ, ഗുജറാത്ത്, UP സംസ്ഥാനങ്ങളിൽ നിലവിൽ ആവശ്യത്തിലധികം വാക്സിനുണ്ട്. രാജ്യത്ത് 14.78 കോടി ജനങ്ങൾക്ക് വാക്സിനേഷൻ പൂർത്തിയായെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 18-നും 45-നും ഇടയിൽ പ്രായമുള്ളവരുടെ വിഭാഗത്തിൽ വാക്സിൻ രജിസ്ട്രേഷൻ ഇന്നു മുതൽ വൈകിട്ട് 4 മുതൽ കോവിൻ വെബ്സൈറ്റ് വഴിയാകും രജിസ്ട്രേഷൻ. എല്ലാവരും വാക്സിൻ എടുക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. സംസ്ഥാനത്ത് നൽകിയിട്ടുള്ള വാക്സിൻ 45 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ നൽകാവൂ എന്ന് കേന്ദ്ര സർക്കാർ. നിർദ്ദേശം മെയ് 1 മുതൽ 18 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് വാക്സിനേഷൻ ആരംഭിക്കാനിരിക്കെ കേന്ദ്ര നിർദ്ദേശം സംസ്ഥാനങ്ങളെ പ്രതിസന്ധിയിലാക്കും. 18-ന് മുകളിലുള്ളവർക്കുള്ള വാക്സിൻ വിതരണത്തിൽ സംസ്ഥാനത്ത് ആശയക്കുഴപ്പം. വാക്സിൻ ലഭ്യത ഉറപ്പാക്കാതെ രജിസ്ട്രേഷൻ തുടങ്ങുന്നതിൽ ആരോഗ്യവകുപ്പിനും ആശങ്ക. ഈ വിഭാഗത്തിൽ വാക്സിനേഷൻ നൽകേണ്ടത് 1,30,00,000 പേർക്ക്. കേരളം ആദ്യം വാക്സിൻ നൽകുക 45 വയസ്സിൽ താഴെയുള്ള ഗുരുതര രോഗബാധിതർക്ക്. പ്രായം അടിസ്ഥാനമാക്കി വിവിധ വിഭാഗങ്ങളാക്കി തിരിച്ച് ഘട്ടങ്ങളായി പിന്നീട് വിതരണം. അന്തിമ തീരുമാനം ഉടൻ. കോവിൻ വെബ്സൈറ്റിനെതിരെയുള്ള പരാതികൾ അവസാനിക്കുന്നില്ല. പോർട്ടലിൽ സ്ലോട്ട് ലഭിക്കുന്നില്ലെന്ന പരാതി ഇന്നും വ്യാപകം. വാക്സിൻ ലഭ്യത കുറവായതിനാലാണ് കൂടുതൽ സ്ലോട്ടുകൾ ലഭിക്കാത്തതെന്ന് അധികൃതർ. കേന്ദ്ര വാക്സിൻ നയത്തിനെതിരെ LDFന്റെ പ്രതിഷേധം ഇന്ന്. വീടുകൾക്കും പാർട്ടി ഓഫീസുകൾക്കും മുന്നിൽ വൈകിട്ട് 5:30 മുതൽ 6 വരെയാണ് പ്രതിഷേധം. വാക്സിൻ സൗജന്യമായി നൽകാത്ത കേന്ദ്ര നയത്തിൽ പ്രതിഷേധിച്ച് പ്ലക്കാർഡുകളും പോസ്റ്ററുകളും ഉയർത്തിയാകും പ്രതിഷേധം. കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തിനെതിരെ കേരള സർക്കാർ. വാക്സിൻ വിതരണം സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിലവിലുള്ള ഹർജിയിൽ സംസ്ഥാന സർക്കാർ നിലപാട് അറിയിക്കും. മുഴുവൻ പേർക്കും സൗജന്യമായി വാക്സിൻ വിതരണം ചെയ്യണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. SSLC IT പ്രാക്ടിക്കൽ പരീക്ഷ മാറ്റിവെച്ചു. അടുത്ത മാസം 5-ന് ആരംഭിക്കാൻ നിശ്ചയിച്ചിരുന്ന IT പ്രാക്ടിക്കൽ പരീക്ഷകളാണ് മാറ്റിവെച്ചത്. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. കോട്ടയം, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ ജനിതകമാറ്റം വന്ന വൈറസിന്റെ ഇന്ത്യൻ വകഭേദം വ്യാപിക്കുന്നെന്ന് പഠനം. കോട്ടയത്ത് 30% ഇന്ത്യൻ വകഭേദം കണ്ടെത്തിയത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ UK വകഭേദം 70% മുകളിലാണ്. ഈ വൈറസുകൾ രോഗവ്യാപന സാധ്യത കൂട്ടുന്നതിനൊപ്പം മരണനിരക്ക് ഉയർത്തിയേക്കുമെന്നും വിലയിരുത്തൽ. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധം പരാജയമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടേത് തള്ളു മാത്രമാണ്. മാർച്ച് 2-ന് ശേഷം BJP പ്രക്ഷോഭത്തിനിറങ്ങും. കോവിൻ ആപ്പിലെ പ്രതിസന്ധി കേരളത്തിൽ മാത്രമാണെന്നും സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ ബോധപൂർവം അട്ടിമറിക്കുകയാണെന്നും സുരേന്ദ്രൻ. ഗുരുവായൂർ ആനക്കോട്ടയിലെ 32 പാപ്പാന്മാർക്ക് കൂടി കോവിഡ്. ഇതോടെ ആനക്കോട്ടയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 38ആയി. മറ്റ് പാപ്പാന്മാരുടെ സഹായത്തോടെയാണ് ആനകൾക്ക് തീറ്റയും വെള്ളവും നൽകുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്രത്തിലെ ശീവേലി വിളക്ക് എഴുന്നള്ളിപ്പുകൾ പ്രതിസന്ധിയിലായി. വർക്കല പോലീസ് സ്റ്റേഷനിലെ SI സാജൻ കോവിഡ് ബാധിച്ച് മരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അടുത്ത മാസം റിട്ടയർഡ് ആകാൻ ഇരിക്കവെയായിരുന്നു മരണം. നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിച്ച് കേരളം. സംസ്ഥാനത്ത് പോലീസ് നിരീക്ഷണം കർശനമാക്കി. അനാവശ്യമായി പുറത്തിറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണം കൊണ്ടുവരും. ടെസ്റ്റ് നടത്തി ഫലം കാത്തിരിക്കുന്നവർ പുറത്തിറങ്ങുന്നത് തടയാൻ നിരീക്ഷണം ശക്തമാക്കാനും തീരുമാനം. പരിശോധനാ ഫലം വേഗത്തിലാക്കാൻ സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ എക്സ്ട്രാക്ടിംഗ് മെഷീൻ ഏറ്റെടുക്കും.
ഓക്സിജൻ വിതരണ സംവിധാനത്തോടു കൂടിയ കൂടുതൽ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കി ആലപ്പുഴ ജില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 400-ഉം ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ 200-ഉം പുതിയ ഓക്സിജൻ കിടക്കകൾ. വിവിധ കേന്ദ്രങ്ങളിലായി തയ്യാറാകുന്നത് 4339 കിടക്കകൾ. കോട്ടയം ജില്ലയിൽ കൂടുതൽ കിടക്കകൾ ഒരുക്കാനും നടപടി ആരംഭിച്ചു. ഓക്സിജൻ ക്ഷാമം നേരിടാനുള്ള സാധ്യത മുന്നിൽ കണ്ട് നടപടി സ്വീകരിക്കുന്നുവെന്ന് ജില്ലാ കലക്ടർ എം അഞ്ജന. ആവശ്യമെങ്കിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കും. കണ്ണൂരിൽ ഓക്സിജൻ ക്ഷാമം ഉണ്ടാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി ഡിഎംഒ നാരായണൻ നായിക്. കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്നും ഡിഎംഒ. കൊച്ചി നഗരത്തിൽ കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്ന ആരും തുണയില്ലാത്തവർക്ക് സഹായവുമായി നഗരസഭ. വിവിധ വാർഡുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള പദ്ധതിയാണ് നടപ്പാക്കുന്നത്. എറണാകുളം കരയോഗത്തിന്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും പിന്തുണയോടെയാണ് പദ്ധതി. തെരുവുകളിൽ കഴിയുന്നവർക്ക് കോവിഡ് വാക്സിനേഷൻ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇതിനായി നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതികരണം ന്യൂസ് 18 വാർത്തയെ തുടർന്നു. കോവിഡ് ബാധിതരായ തടവുകാരുമായി പോലീസ് മണിക്കൂറുകളോളം പെരുവഴിയിൽ. കൊട്ടാരക്കര സബ് ജയിലിന് മുന്നിലായിരുന്നു സംഭവം. റിമാൻഡ് പ്രതികളിൽ 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ജയിലിൽ പ്രവേശിപ്പിക്കാൻ അധികൃതർ തയ്യാറായില്ല. മജിസ്ട്രേറ്റ് ഇടപെട്ടതോടെ 6 തടവുകാരെയും നെയ്യാറ്റിൻകര സബ് ജയിലിലേക്ക് മാറ്റി. രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 2 ലക്ഷം പിന്നിട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3293 പേരാണ് മരിച്ചത്. തുടർച്ചയായ 7ാം ദിവസവും രാജ്യത്ത് കോവിഡ് രോഗികളുടെ പ്രതിദിന കണക്ക് 3 ലക്ഷം കടന്നു. 3,60,960 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ കേസുകൾ 1.79 കോടിയായി. മഹാരാഷ്ട്രയിൽ 66,000-ത്തിലധികം പുതിയ രോഗികൾ. യുപിയിലും കേരളത്തിലും കർണാടകത്തിലും 30,000-ത്തിലധികം. മഹാരാഷ്ട്രയിൽ രേഖപ്പെടുത്തിയത് 895 മരണം. യുപിയിൽ കോവിഡ് മരണം കുതിച്ചുയരുന്നു. 24 മണിക്കൂറിൽ 265 മരണം. ഇതുവരെയുള്ള ഉയർന്ന നിരക്കാണിത്. 33,000 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ഡൽഹിയിലും റെക്കോർഡ് കോവിഡ് മരണം. 24 മണിക്കൂറിൽ ജീവൻ നഷ്ടമായത് 381 പേർക്ക്. തുടർച്ചയായ 6ാം ദിവസമാണ് മരണം 300 കടക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 32.72%. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ ഡൽഹിയിൽ 16 മുതൽ 20 മണിക്കൂർ വരെ കാത്തു നിൽക്കേണ്ടി വരുന്നുവെന്ന് റിപ്പോർട്ട്. വരിവരിയായി നിർത്തിയിട്ടിരിക്കുന്ന മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ പുറത്ത്. ഡൽഹിയിലെ ശ്മശാനങ്ങളിൽ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ. കോവിഡ് ടെസ്റ്റുകൾ കുത്തനെ കുറച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. ഡൽഹിയിൽ ഒരാഴ്ചക്കിടെ ടെസ്റ്റുകൾ കുറഞ്ഞത് 36%. യുപിയിലും അസമിലും ടെസ്റ്റുകൾ കുറഞ്ഞെന്ന് കണക്കുകൾ. കേരളത്തിന് പുറമെ കർണാടകയിലും തമിഴ്നാട്ടിലും ബംഗാളിലും ടെസ്റ്റുകളുടെ എണ്ണത്തിൽ വർധന. മഹാരാഷ്ട്രയിലെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 3 പേർ മരിച്ചു. താനേക്കടുത്തുള്ള മുബ്രയിലെ ക്രിട്ടിക്കൽ കെയർ ആശുപത്രിയിൽ പുലർച്ചെ 3:40-ഓടെയാണ് തീപിടുത്തമുണ്ടായത്. ഐസിയുവിൽ ഉണ്ടായിരുന്ന 6 രോഗികൾ ഉൾപ്പെടെ 20 പേരെ രക്ഷപ്പെടുത്തി. ദുബായിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്നും ഓക്സിജൻ വിമാനത്തിൽ ഇന്ത്യയിലെത്തിച്ച് വ്യോമസേന. 9 ക്രയോജനിക് ഓക്സിജൻ കണ്ടെയ്നറുകളാണ് ബംഗാളിലെ പനഗർ വ്യോമസേനാ താവളത്തിൽ എത്തിച്ചത്. 4 കോവിഡ് രോഗികൾ മരിച്ചതിന് പിന്നാലെ ജയ്പൂരിൽ ആശുപത്രി അടിച്ചു തകർത്ത് ബന്ധുക്കൾ. ഓക്സിജൻ സിലിണ്ടർ മാറ്റാൻ പോലും ജീവനക്കാർ ഉണ്ടായില്ലെന്ന് ആരോപിച്ചായിരുന്നു സ്വകാര്യ ആശുപത്രിയിലെ പ്രതിഷേധം. ഓക്സിജൻ ഉണ്ടായിരുന്നുവെന്ന് ജീവനക്കാർ ഇല്ലാത്തതിനാലാണ് മരണം നടന്നതെന്നും പോലീസ്. സ്പുട്നിക് വാക്സിന്റെ ആദ്യ ബാച്ച് ശനിയാഴ്ച ഇന്ത്യയിലെത്തും. റഷ്യൻ നിർമ്മിത വാക്സിനാണ് സ്പുട്നിക് 5. വാക്സിൻ വില കുറയ്ക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിൽ വാക്സിൻ നിർമ്മാണ കമ്പനികളുടെ തീരുമാനം വൈകുന്നു. കോവിഡിന്റെ ഇന്ത്യൻ വകഭേദത്തിനെതിരെ കോവിഷീൽഡും കോവാക്സിനും ഫലപ്രദമെന്ന് പഠനം. വാക്സിൻ എടുത്താൽ ചെറിയ തോതിൽ മാത്രമേ രോഗം ബാധിക്കൂ. ജിനോമിക് ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജി നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. കോവാക്സിൻ ജനിതകമാറ്റം സംഭവിച്ച വൈറസുകൾക്കെതിരെ ഗുണകരം ആണെന്ന് അമേരിക്കൻ ആരോഗ്യ വിദഗ്ധൻ ആന്റണി ഫൗച്ചി. നിലവിൽ ഇന്ത്യ നേരിടുന്ന ഗുരുതര പ്രതിസന്ധിയെ വാക്സിനേഷൻ കൊണ്ട് മറികടക്കാനാകും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് കോവാക്സിൻ. കോവിഡിന്റെ ഇന്ത്യൻ വകഭേദം 17 രാജ്യങ്ങളിൽ കണ്ടെത്തിയെന്ന് ലോകാരോഗ്യ സംഘടന. ഇന്ത്യയിൽ ആദ്യം കണ്ടെത്തിയ വൈറസുകൾ ഇപ്പോൾ UK, അമേരിക്ക,
സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും കാണപ്പെടുന്നു. ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ബെഡുകളുടെ ലഭ്യത അറിയാൻ ഓൺലൈൻ സംവിധാനവുമായി ലക്നൌ ജില്ലാ ഭരണകൂടം. പൊതുജനങ്ങൾക്ക് ഈ സേവനം ഉപയോഗിക്കാം. വിവരങ്ങൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആശുപത്രികൾക്കും കർശന നിർദ്ദേശം. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് നിർബന്ധമല്ലെന്ന് അമേരിക്കൻ ആരോഗ്യവകുപ്പ്. വലിയ കൂട്ടായ്മകളിൽ പോകുമ്പോൾ മാസ്ക് ധരിക്കണമെന്ന് രോഗനിയന്ത്രണ പ്രതിരോധ വകുപ്പ്. അതേസമയം മാസ്ക് നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ സമയമായിട്ടില്ലെന്ന വാദവുമായി നിരവധി ആരോഗ്യ വിദഗ്ധർ രംഗത്തെത്തി. UP പോലീസ് അറസ്റ്റ് ചെയ്ത മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനെ ഡൽഹിയിലേക്ക് മാറ്റും. വിദഗ്ധ ചികിത്സയ്ക്കായി എയിംസിലേക്കോ RMLലേക്കോ മാറ്റണമെന്ന് സുപ്രീം കോടതി. കാപ്പന് അടിയന്തര ചികിത്സ ഉറപ്പാക്കണമെന്ന കേരള പത്രപ്രവർത്തക യൂണിയന്റെയും സിദ്ദിഖിന്റെ കുടുംബത്തിന്റെയും ആവശ്യം കോടതി അംഗീകരിച്ചു. സുപ്രീം കോടതി ഉത്തരവിൽ സന്തോഷം പ്രകടിപ്പിച്ച് കാപ്പന്റെ കുടുംബം. സത്യം പുറത്തുവരുമെന്നും എല്ലാവരോടും നന്ദിയുണ്ടെന്നും ഭാര്യ റെയ്ഹാനത്ത്. ഭാവി നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നും റെയ്ഹാനത്ത്. അസമിൽ ശക്തമായ ഭൂചലനം. ഇന്ന് രാവിലെ 7:50 റിക്ടർ സ്കെയിലിൽ 6.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. സോണിത്പൂറാണ് പ്രഭവ കേന്ദ്രം. വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായി. മറ്റ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 18 എക്സ്പ്രസ് തുടരും. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അയ്യേ, കുറച്ച് വെള്ളം ചേർക്കാം. നല്ല മുഴുപ്പുള്ള പാലാ. കുറച്ച് ചേർക്കല്ലേ? ചേർക്കാം. ഒരു തുള്ളി വെള്ളം ചേർക്കാതെ ഉള്ളത് ഉള്ളതുപോലെ മെയ് 2 അറിയാം. ന്യൂസ് 18 കേരളം തെരഞ്ഞെടുപ്പുകളുടെ ചാനൽ. തെരഞ്ഞെടുക്കാൻ ഒരേ ഒരു ചാനൽ. തെരഞ്ഞെടുപ്പ് ദിവസം കുണ്ടറയിൽ EMCC ഡയറക്ടർ ഷിജു വർഗീസിന്റെ കാറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ വഴിത്തിരിവ്. ഷിജു വർഗീസും സുഹൃത്തായ ദല്ലാളും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയെന്ന് പോലീസ്. 30 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുകയായിരുന്നു ലക്ഷ്യം. ഷിജു വർഗീസും സഹായി ശ്രീകാന്തും അറസ്റ്റിൽ. ഗോവയിൽ നിന്നാണ് ഇരുവരും പോലീസ് പിടിയിലായത്. കൊട്ടേഷൻ സംഘത്തിന് നേതൃത്വം നൽകിയ ബിനുകുമാർ കോഴിക്കോട് നിന്ന് അറസ്റ്റിലായി. EMCC ഡയറക്ടറുടെ കാർ ആക്രമിച്ച സംഭവത്തിൽ കൊട്ടിയത്ത് ഒരു സ്വകാര്യ ഹോട്ടൽ കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടന്നു. ഡ്രൈവർമാരുടെ മദ്യപാന സദസ്സിൽ വെച്ചാണ് ഗൂഢാലോചന വിവരം പുറത്തായത്. സംഘത്തിലുണ്ടായിരുന്ന പ്രേമൻ എന്ന ഡ്രൈവർ മാപ്പുസാക്ഷിയാക്കാൻ ആലോചന. മ്യൂസിയം പോലീസിനെതിരെ പരാതിയുമായി മുൻ DGP R ശ്രീലേഖ. ഓൺലൈൻ തട്ടിപ്പ് സംബന്ധിച്ച് പരാതി പറഞ്ഞിട്ടും നടപടിയെടുത്തില്ലെന്നാണ് R ശ്രീലേഖയുടെ പരാതി. തൃശൂർ കൊടകരയിൽ ദേശീയ പാർട്ടിയുടെ ഫണ്ട് തട്ടിയ കേസിൽ പണം കൊടുത്തയച്ചുവെന്ന് സംശയിക്കുന്നയാളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കോഴിക്കോട് സ്വദേശിയായ ധർമ്മരാജന് ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് സൂചന. ധർമ്മരാജന്റെ ഡ്രൈവറുടെ സഹായി റഷീദാണ് വിവരങ്ങൾ കൊട്ടേഷൻ സംഘത്തിന് കൈമാറിയതെന്ന് പോലീസ്. കൊടകര കേസിൽ നഷ്ടപ്പെട്ടത് 3.5 കോടിയെന്ന് പോലീസ് നിഗമനം. പരാതിയിൽ പറഞ്ഞത് 25 ലക്ഷം മാത്രം. പണം നഷ്ടപ്പെട്ട് 15 ദിവസം പിന്നിട്ടിട്ടും 25 ലക്ഷത്തിന്റെ ഉറവിടം ഹാജരാക്കാൻ പരാതിക്കാരന് സാധിച്ചിട്ടില്ല. കേസിൽ 2 പോലീസുകാർക്ക് പങ്കുണ്ടെന്ന വാർത്ത തൃശൂർ റൂറൽ SP നിഷേധിച്ചു. തെരഞ്ഞെടുപ്പിന് പണം തട്ടിയ കേസിൽ BJPക്ക് ഒന്നും പറയാനില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. പണമായി ഒരു സ്ഥാനാർത്ഥിക്കും BJP നൽകിയിട്ടില്ല. സംസ്ഥാന പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നും BJPയെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ നൽകുന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്നും K സുരേന്ദ്രൻ. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിൽ സന്ദീപ് നായർക്കും സരിത്തിനും ജാമ്യം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. കേസിൽ ഗൌരവമായ തെളിവുകൾ ED കണ്ടെത്തിയിട്ടില്ലെന്നും ജാമ്യം അനുവദിക്കണമെന്ന പ്രതികളുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. എന്നാൽ കൊഫൈപോസ പ്രകാരം തടവിൽ കഴിയുന്നതിനാൽ പ്രതികൾക്ക് ജയിൽ മോചിതരാകാൻ കഴിയില്ല. കാരുണ്യ പദ്ധതിയിലെ ക്രമക്കേട് നടത്തിയെന്ന പരാതിയിൽ ഉമ്മൻചാണ്ടിക്കും KM മാണിക്കും ക്ലീൻ ചിറ്റ്. തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടി ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയുടേതാണ് നടപടി. വൈഗ കൊലക്കേസിൽ അമ്മയുടെ മൊഴിയെടുക്കുന്നു. പിതാവ് സനു മോഹനൊപ്പം ഇരുത്തിയാണ് മൊഴിയെടുക്കൽ. തൃപ്പൂണിത്തുറ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് മൊഴിയെടുപ്പ്.
എറണാകുളം പള്ളിമുക്കിൽ ഇലക്ട്രോണിക് ഷോപ്പിൽ തീപിടുത്തം. സമീപ കെട്ടിടങ്ങളിലേക്ക് തീ പടരുന്നതിന് മുൻപ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തിരുവനന്തപുരം ശ്രീകാര്യത്ത് ഗുണ്ടാ സംഘാംഗത്തിന്റെ കാൽ വെട്ടിമാറ്റി. വധക്കേസിലെ പ്രതിയായ മണിക്കുട്ടന്റെ സംഘാംഗമായ എബി എന്നയാൾക്കെതിരെയാണ് അക്രമം. മതിലിന് മുകളിലിരിക്കുകയായിരുന്ന എബിയെ ബൈക്കിലെത്തിയ സംഘമാണ് വെട്ടിയത്. ഇടവക്കോട് പ്രതിഭാനഗറിലാണ് സംഭവം. കഞ്ചാവ് കേസ് ഒത്തുതീർപ്പാക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന കേസിൽ ഇരിങ്ങാലക്കുടയിൽ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. സിവിൽ പോലീസ് ഓഫീസർ അനൂപ് ലാലിനെയാണ് സസ്പെൻഡ് ചെയ്തത്. 30,000 രൂപ കൈക്കൂലി വാങ്ങിയെന്ന് കുഴൽപ്പണക്കേസ് പ്രതി മാർട്ടിൻ മൊഴി നൽകിയിരുന്നു. യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ സംഭവവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് സ്വദേശികൾ ഉൾപ്പെടെ 7 പേരെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു. മംഗളൂരുവിലും ഹൊസങ്കടിയിലും നടന്ന തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ടാണ് പോലീസ് നടപടി. ഊഹക്കച്ചവടവും പണ ഇടപാടുകളുമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് പോലീസ്. നേതൃപദവികൾ തീരുമാനിച്ചതിനു പിന്നാലെ കേരള കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. അതൃപ്തി പരസ്യമാക്കി ഫ്രാൻസിസ് ജോർജ്. അനുനയിപ്പിക്കാൻ ശ്രമം തുടങ്ങി നേതൃത്വം. മലപ്പുറം ജില്ലയിൽ ഇരട്ടി സീറ്റുകൾ LDF നേടുമെന്ന് CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്. പൊന്നാനി, തവനൂർ, താനൂർ, നിലമ്പൂർ സീറ്റുകൾക്കൊപ്പം 4 സീറ്റുകളിലാണ് പ്രതീക്ഷ. മങ്കട, പെരിന്തൽമണ്ണ, തിരൂരങ്ങാടി, തിരൂർ എന്നീ മണ്ഡലങ്ങൾ കൂടി ഇത്തവണ LDFന് ലഭിക്കും. മലപ്പുറം പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിലും നേട്ടം കൈവരിക്കുമെന്നും EN മോഹൻദാസ്. വൈറലായി കൊല്ലം ശങ്കരമംഗലത്ത് നിന്നുള്ള അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ ദൃശ്യം. ഹോട്ടൽ ജീവനക്കാരന്റേതാണ് അത്ഭുതകരമായ രക്ഷപ്പെടൽ. സംഭവം നടന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക്. തുടർച്ചയായ 2ാം ദിവസവും സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 240 രൂപ കുറഞ്ഞ് 35,320 രൂപയായി. ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് ഗ്രാമിന് 4,415 രൂപയാണ് ഇന്നത്തെ വില. IPLൽ നിന്ന് ചെന്നൈ ഹൈദരാബാദിനെതിരെ ജയം തുടരാൻ ചെന്നൈ. തിരിച്ചുവരവിന് ഹൈദരാബാദിന് ജയിച്ചേ തീരൂ. മത്സരം രാത്രി 7:30 ഡൽഹിയിൽ. കടുവയുടെ ചിത്രീകരണം നിർത്തിയെന്ന് ഷാജി കൈലാസ്. സർക്കാരിന്റെ കോവിഡ് പ്രതിരോധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് നടപടിയെന്നും ഫേസ്ബുക്ക് കുറിപ്പ്. സ്ഥിതിഗതികൾ സുഖപ്രദമാകുമ്പോൾ ചിത്രീകരണം പുനരാരംഭിക്കും. സുരേഷ് ഗോപി ചിത്രം പാപ്പാന്റെയും ചിത്രീകരണം നിർത്തിവെച്ചു. അല്ലു അർജുന് കോവിഡ് സ്ഥിരീകരിച്ചു. ഇൻസ്റ്റാഗ്രാമിലൂടെ അല്ലു അർജുൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും സേഫ് ഐസൊലേഷനിലാണെന്നും താരം. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം.news18